ഹലോ എവ്രിബഡി, വെൽക്കം ടു കബൂഡിൽസ്. ഏതൊരു UAE മലയാളിയെ പോലെ തന്നെ ഞങ്ങളും ഗ്ലോബൽ വില്ലേജിൽ ഫാമിലിയായിട്ട് വന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ ഇയർ വ്ലോഗ്. ആക്ച്വലി ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജിൽ ഞങ്ങൾ ഇപ്പോഴാട്ടോ പോകുന്നത്. മറ്റൊന്നുകൊണ്ടല്ല, വാവയുള്ളത് കൊണ്ടാണ്. ഒരു ദിവസം മാത്രം പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നോക്കിയപ്പോൾ ദ ബെസ്റ്റ് ഡേ ഈസ് ന്യൂ ഇയർ ഡേ, ബിക്കോസ് ന്യൂ ഇയർ ഡേ ഫാമിലിക്ക് എക്സ്ക്ലൂസീവായിരുന്നു ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ചെയ്തിരുന്നത്. കയറി വന്നപ്പോൾ തന്നെ ഒരു ഫുഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം ഈ തവണ എല്ലാ തവണത്തേക്കാളും കൂടുതൽ ഫുഡ് സ്റ്റോൾസ് ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ആ വാട്ടർ ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അത് കംപ്ലീറ്റ്ലി ഫുഡ് സ്റ്റോൾസ് ആയിരുന്നു. വാവ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ അന്താളിച്ചിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വാവേനെ മൂടാക്കി എടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഞാനും ഏട്ടനും കൂടെ. ജനറലി ക്രൗഡ് കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം കൊച്ചിനുള്ളതാണ് കേട്ടോ. അത് ഗ്രാജ്വലി മാറി വരുമായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് 1 ഇയർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വെള്ളത്തിൽ ഒരു ഡ്രാഗനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രാഗൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ലേസർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഒരു രസം. ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്ലോബലി എല്ലാ ആളുകളും ഒന്നിച്ചു കൂടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതാത് കൺട്രിയിൽ ന്യൂ ഇയർ ആകുമ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ ഇവിടെ വെടിക്കെട്ടുണ്ടാവും, ഫയർ വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ 9 മണിയായപ്പം വേറെ ഏതോ ഒരു കൺട്രിയുടെ, ഏത് കൺട്രിയുടെ ആണെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല, കാണാൻ പറ്റിയില്ല. ഫയർ വർക്ക്സ് അവിടെ കറക്റ്റ് ടൈമിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഇത്തവണത്തെ അവരുടെ ഒരു അമേസിങ് വർക്കായിരുന്നു കേട്ടോ. നാച്ചുറൽ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വെച്ചിട്ട് നല്ല ഒരു മിറാക്കിൾ ഗാർഡൻ്റെ ചെറിയൊരു വേർഷൻ ടുവേഴ്സ് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ഗ്ലോബൽ വില്ലേജ്. ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഇത് ഉണ്ടായിരുന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു അതിൻ്റെ അകത്ത്. ബിക്കോസ് എവ്രി ഫ്രെയിം ഈസ് ലൈക്ക് നൈസ് ഫോട്ടോസ് നമുക്ക് തരുന്ന ഫ്രെയിംസ് ആയിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ ഒത്തിരി ടൈം അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. എത്ര തവണ കണ്ടാലും മതിയാവാത്തതുപോലെ നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി സ്ട്രക്ചേഴ്സ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. ഇതുപോലെ എല്ലാ കൺട്രിയുടെയും പവലിയനിലും അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ഷോസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓരോ പവലിയനിലും അവരുടെ സ്റ്റേജസ് ഉണ്ട്. ദിസ് ഈസ് അനദർ തിങ്, ഹാപ്പിനെസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഫുൾ അനദർ ഫുഡ് സ്ട്രീറ്റ് ആണ്. ദ വെറൈറ്റീസ് ഓഫ് ഫുഡ് സെർവ്ഡ് ഹിയർ വാസ് നമ്പർലെസ് എന്ന് വേണം പറയാനായിട്ട്. ഒത്തിരി ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് അതർവൈസ് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഫുഡെല്ലാം ഇവിടെയാണ് കിട്ടുക. ഇന്ത്യൻ പവലിയൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഹാപ്പിനെസ് സ്ട്രീറ്റ്. ഈ ടർക്കിഷ് ഐസ്ക്രീംകാരൻ്റെ വികൃതികൾ എത്ര കണ്ടാലും മതിയാവത്തോണ്ട് ഞാനിവിടെ വായി നോക്കി കുറേ നേരം നിന്നോട്ടോ. UAEയിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന മലയാളീസിനെ സംബന്ധിച്ച് ഗ്ലോബൽ വില്ലേജിൽ വരുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ്, വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കാനായിട്ട്. ഇതൊക്കെ UAEക്കാരുടെ ദേശീയ ഭക്ഷണമാണല്ലോ. പിന്നെ ഈ തവണത്തെ ഏറ്റവും ഹൈപ്പ് നേടിയ ആളാണ് ബോസ്നിയൻ ഹൗസ്. ഇവിടുത്തെ പ്ലിസ്ഗോവിക്ക, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അതായിരുന്നു ഏറ്റവും ഹൈപ്പ് ഉണ്ടായിരുന്ന ഐറ്റം. ഇതാണ്, അതൊരു ബർഗറിൻ്റെ വേറൊരു മോഡൽ, ബ്രെഡിൻ്റെ അകത്താണ് സെർവ് ചെയ്യുന്നത്. നല്ല രസമുള്ളൊരു ഫുഡായിരുന്നു. ഞങ്ങളും വാങ്ങി ട്രൈ ചെയ്തു.
വർത്ത് ദ ഹൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിംഗിൾ പോർഷൻ മേടിച്ചാൽ 2 പേർക്ക് എനഫാണ്. അത്രയും വലിയ ഒരു ഇതാണ്. ബീഫിൻ്റെ പാറ്റിയാണ് അവർ ബേസിക്കലി അകത്ത് വെക്കുന്നത്. ഈ ബോസ്നിയൻ ഹൗസിൻ്റെ തന്നെ പല ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നു. ഓരോന്നിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവരുടെ ഹൈപ്ഡ് പ്രൊഡക്ട്സ് ഓരോന്നും ഓരോ ഔട്ട്ലെറ്റ്സിലാണ് അവർ കൊടുക്കുന്നത്. ഇത് എല്ലാം സെർവ് ചെയ്യുന്ന ഒരു വലിയ റെസ്റ്റോറൻറ്റ് വേറൊരു ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഈഗിളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയും ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ ഗെയിമിംഗ് ഏരിയ. സ്ഥിരമായിട്ട് വരുന്നവർക്ക് അത് അറിയുന്നുണ്ടാവും. ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ഹാനിക്കുട്ടൻ കുറച്ചും കൂടിയൊക്കെ അറ്റ്മോസ്ഫിയറായിട്ട് ഇണങ്ങിച്ചേർന്നു. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നപ്പോഴാണ് അത് കണ്ടത്. വേറൊന്നുമല്ല, ഈ ഫ്ലോട്ടിംഗ് ലൈറ്റ്സ്. ഇത് മോട്ടർ വെച്ചിട്ടാണ് കേട്ടോ അവർ ഇത് കറക്കുന്നത്. അതിൻ്റെ കൂടെ സ്പ്രിങ്ങാന്ന് തോന്നുന്നു. അതുകൊണ്ട് വിൻഡിൻ്റെ കൂടെയും നൈസായിട്ട് ഇത് ആടുന്നുണ്ട്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഫയർ ഫ്ലൈസ് ഇങ്ങനെ ഗാർഡനിൽ കൂടെ പറക്കുന്നത് പോലെ തോന്നും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് ഗെയിമിംഗ് ഏരിയ വരുന്നത്. കുറേ ബഡീസൊക്കെ അവിടെ ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളത് കണ്ടു നിന്നതേ ഉള്ളൂ കേട്ടോ. അതിനകത്തൊന്നും കയറിയില്ല. എപ്പോഴെങ്കിലും വാവയൊക്കെ വലുതായിട്ട് വേണം വന്ന് വാവേനൊക്കെ ഒന്ന് കയറ്റാനായിട്ട്. നമ്മുടെ ബോസ്നിയൻ ഹൗസിൻ്റെ എല്ലാം കിട്ടുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞില്ലേ, അതും ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഈ ഭാഗത്തുള്ളത് അത്യാവശ്യം നമുക്ക് ഇരുന്ന് കഴിക്കാവുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ്. നല്ലൊരു ട്രീ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് വേറൊരു ട്രീയും ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ ഇന്ത്യൻ പവലിയനിലെത്തിയിരിക്കുകയാണ്. പവലിയൻസൊക്കെ മിക്കവാറും എല്ലാ വർഷവും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ. വളരെ മൈനർ ചേഞ്ചസേ അവർ വരുത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പവലിയൻസിൻ്റെ അകത്തൊന്നും കാണിക്കാത്തത്. നമ്മളെല്ലാ പവലിയൻസിൻ്റെ അകത്ത് കയറിയതുമില്ല. രസമാണ് ആദ്യമായിട്ട് വരുന്നവരെ സംബന്ധിച്ച്. നമ്മളെല്ലാ പവലിയൻസിലും കയറി പുറത്തുള്ള കാഴ്ചകളും കണ്ടു വരണമെങ്കിൽ ഒരു ദിവസം പോരാ. ശരിക്കും ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യണം, കൂടുതൽ ഡേയ്സ് സ്പെൻഡ് ചെയ്യണം. കറക്റ്റ് നമ്മൾ ഇന്ത്യൻ പവലിയനിൽ എത്തിയതും ഇന്ത്യൻ ടൈം 12 മണി. ഹാപ്പി ന്യൂ ഇയർ. അതായത് ഇവിടുത്തെ സമയം 10:30. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ചെറിയ ഒരു ഫയർ വർക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്. ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ ഇന്ത്യ എന്ന് എഴുതിയത് കാണുന്നില്ല. ഹാപ്പി ന്യൂ ഇയർ മാത്രമേ കറക്റ്റായിട്ട് കാണുന്നുള്ളൂ. ആക്ച്വലി ഗ്ലോബൽ വില്ലേജിൽ സ്ഥിരമായിട്ട് പോകുന്നവർക്കറിയാം, കറക്റ്റായിട്ട് ഫയർ വർക്ക്സ് കാണണമെങ്കിൽ ഗ്ലോബൽ വില്ലേജിൻ്റെ പുറത്ത് വേണം നിൽക്കാനായിട്ട്. നമ്മളുടെ ചിഹ്നമായ പീക്കോക്കിനെ അവർ കാണിക്കുകയാണ്. ആ സമയത്ത് ഒരു ഷൗട്ട് ഔട്ട് ഉണ്ട്. വാവ്, നൈസ് ഫീലിംഗ്. റൊമാൻസ് മൊമെൻ്റാണ് കേട്ടോ. ഞങ്ങൾ ടർക്കിഷ് പവലിയനിൽ കയറിയപ്പോൾ അവിടെ നടന്നിരുന്ന ഒരു ഷോ ആണ്. ഹാനിക്കുട്ടൻ അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, അവരെന്താണ് ചെയ്യണത് എന്ന്. രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് സമയം 11:30 ആയിട്ടുണ്ട്. 11:30 ആയപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് മെയിൻ സ്റ്റേജിൻ്റെ അടുത്താണ് കേട്ടോ. മെയിൻ സ്റ്റേജിൽ ഫുൾ ടൈം പ്രോഗ്രാംസാണ്, ധമ്മക്ക പ്രോഗ്രാംസാണ്. ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ആൻഡ് ഡാൻസ് ബാൻഡ്സിൻ്റെ നല്ല പ്രോഗ്രാംസാണ് അവിടെ നടക്കുക. അവിടെ ഉള്ള ഓഡിയൻസസും ഭയങ്കര വൈബ് ടീംസാണ്. അവിടെ ഭയങ്കര ലൗഡുമാണ്. അത്ര ലൗഡായതുകൊണ്ട് നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്തില്ല. നമ്മൾ ജസ്റ്റൊക്കെ ഒന്ന് കണ്ടിട്ട് അവിടുന്ന് സ്കൂട്ടായി. അങ്ങനെ സമയം 12 മണിയായിരിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ദിസ് ഈസ് ഹൗ ന്യൂ ഇയർ ഇസ് സെലിബ്രേറ്റഡ് ഹിയർ ഇൻ ഗ്ലോബൽ വില്ലേജ്.
നമ്മൾ റിലേറ്റീവ്ലി സൈലൻറ്റ് ആൻഡ് ലെസ് ക്രൗഡഡ് ഏരിയയിൽ വന്നിട്ടാണ് കേട്ടോ ഇതുപോലെ. ആക്ച്വലി മെയിൻ സ്റ്റേജിൻ്റെ അവിടെ വേറൊരു തരം വൈബാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ടു ലൗഡുമാണ്. അവിടെയാണ് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സൈഡിലേക്കൊന്ന് ഒതുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഗാർഡൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നമ്മളിങ്ങനെ റൗണ്ട് എടുത്ത് വരുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്തുന്നതാണ് കേട്ടോ. പുറത്തേക്ക് പോകുന്നവരുടെ തിരക്ക് കാരണം ഞങ്ങൾ ഒരു 1 അവറും കൂടെ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. യെസ്, നമ്മുടെ ജയൻറ്റ് വീലിൽ ഹാപ്പി ന്യൂ ഇയർ 2026 എഴുതി കാണിക്കുന്നു. സ്റ്റേജിൽ പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യുന്നു. യെസ്, എല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്രൗഡ് കുറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടെ നേരം മെയിൻ സ്റ്റേജിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ലോട്ടിലെത്തിയപ്പോൾ ഇതാ പിന്നെയും അനദർ സർപ്രൈസ്. യെസ്, ഇറ്റ്സ് ന്യൂ ഇയർ ടൈം ഇൻ ടർക്കി. ഇതാ ഇപ്പോൾ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്ലോബൽ വില്ലേജിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഫയർ വർക്ക്സ് കാണാൻ പറ്റുകയെന്ന്. അപ്പോൾ എനിവേ 2026 നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരുടെയും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹപൂർണമായ വർഷമായി മാറട്ടെ. ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ. See you soon with another vlog. Please subscribe, like and comment. Bye bye.